കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാടിനോട് ചേർന്ന് ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ 2 മരം വെട്ടുകാർ ജീവിച്ചിരുന്നു. അവരുടെ വീടുകൾ അടുത്തടുത്തായിരുന്നു. കേശവൻ നല്ല കഠിനാധ്വാനിയായിരുന്നു. ഒരു നുണ പോലും പറയത്തില്ല. നല്ല സത്യസന്ധനായിരുന്നു. എന്നാൽ മാധവനാകട്ടെ കുഴിമടിയൻ. ഒരു പണിക്കും പോകാതെ ഏതു സമയം കിടന്ന് ഉറക്കം തന്നെ. കേശവൻ അടുത്തുള്ള കാട്ടിൽ പോയി തനിക്ക് ആവശ്യമായ വിറകൊക്കെ വെട്ടിക്കൊണ്ടുവരും. ഒരു ദിവസം രാവിലെ എല്ലാ ദിവസത്തെ പോലെ കേശവൻ തൻ്റെ കോടാലിയുമായി മരം വെട്ടുവാൻ കാട്ടിലേക്ക് പോയി. വീടിൻ്റെ ഉമ്മർത്ത് കട്ടിലിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന മാധവൻ കേശവൻ പോകുന്നത് കണ്ടു. ഏയ്, ഇവന് വേറെ ഒരു പണിയുമില്ല, രാവിലെ തന്നെ കോടാലിയുമായി ഇറങ്ങിയിരിക്കുന്നു. മാധവൻ ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് കൂർക്കം വലിച്ച് വീണ്ടും കിടന്നുറങ്ങാൻ തുടങ്ങി. കാട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന കേശവൻ നദിക്കരയിൽ നല്ല വണ്ണത്തിലും നല്ല പൊക്കത്തിലുള്ള വലിയൊരു മരം കണ്ടു. കേശവൻ ആ മരം വളരെയധികം ഇഷ്ടപ്പെട്ടു. കേശവൻ തൻ്റെ കോടാലിയും എടുത്ത് മരം വെട്ടാൻ തുടങ്ങി. മരം വെട്ടിക്കൊണ്ടിരുന്ന കേശവന്റെ കയ്യിൽ നിന്ന് കോടാലി തെന്നിത്തെറിച്ച് നദിയിലേക്ക് പോയി. കേശവൻ പേടിച്ച് നദിയുടെ കരയിലേക്ക് ഓടി. അയ്യോ, ഞാനിനി എന്തു ചെയ്യും? എൻ്റെ കയ്യിൽ ഒരു കോടാലിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഈ നദിയിൽ പോയില്ലേ. ഇനി ഞാൻ എങ്ങനെ മരം വെട്ടും? ഇനി ഞാൻ എങ്ങനെ വീട്ടിലേക്ക് വിറക് കൊണ്ടുപോകും? ഓ എൻ്റെ ദൈവമേ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാമോ? കേശവൻ വളരെ ദുഃഖിതനായി കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ നദിയിൽ നിന്നും ഒരു ജലദേവത പൊങ്ങി വന്നു. കേശവനോട് ജലദേവത ചോദിച്ചു, മകനെ, നീ എന്തിനാണ് കരയുന്നത്? അപ്പോൾ കേശവൻ പറഞ്ഞു, ജലദേവതെ, ഞാൻ ഇവിടെ മരം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്നും കോടാലി വഴുതി നദിയിലേക്ക് പോയി. എൻ്റെ കയ്യിൽ ആകപ്പാടെ ഒരു കോടാലിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ എങ്ങനെ മരം വെട്ടും? കോടാലില്ലാതെ ഞാൻ എങ്ങനെ എൻ്റെ വീട്ടുകാരെ സംരക്ഷിക്കും? ഞാനിനി എന്താ ചെയ്യുക? അപ്പോൾ ജലദേവത പറഞ്ഞു, മകനെ, വിഷമിക്കാതിരിക്കൂ, ഞാൻ നിന്റെ കോടാലി എടുത്തു തരാം. ഇതും പറഞ്ഞുകൊണ്ട് ജലദേവത നദിയിലേക്ക് താണുപോയി. കുറച്ചു സമയം കഴിഞ്ഞ് ജലദേവത ഒരു വെള്ളിക്കോടാലിയുമായി പൊങ്ങി വന്നു. ജലദേവത കേശവനോട് ചോദിച്ചു, കേശവ, ഇതാണോ നിന്റെ കോടാലി? അപ്പോൾ കേശവൻ പറഞ്ഞു, ഇതല്ല എൻ്റെ കോടാലി. എൻ്റെ കോടാലി ഒരു പഴയ ഇരുമ്പിൻ്റെ കോടാലിയാ. ജലദേവത വീണ്ടും നദിയിലേക്ക് താന്നുപോയി. ഒരു സ്വർണ്ണ കോടാലിയുമായി പൊങ്ങി വന്നു. കേശവ, ഇതാണോ നിന്റെ കോടാലി? ശരിക്കും നോക്കിയിട്ട് പറയൂ, ഇത് നിന്റെയാണെങ്കിൽ ഞാൻ നിനക്കിത് തരാം. ജലദേവതേ, ഇതെൻ്റെ കോടാലി അല്ല, എൻ്റെ കോടാലി ഒരു ചെറിയ കോടാലിയാ. ജലദേവത വീണ്ടും നദിയിലേക്ക് താണുപോയി. ഈ പ്രാവശ്യം ജലദേവത കേശവന്റെ കോടാലിയുമായി പൊങ്ങി വന്നു. ഇത് കണ്ട കേശവൻ പറഞ്ഞു, ജലദേവതേ, ഇതാണ് എൻ്റെ കോടാലി. എൻ്റെ കോടാലി എടുത്തു തന്ന് എന്നെ സഹായിച്ച നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങളോട് എന്നും നന്ദിയുള്ളവനായിരിക്കും. അപ്പോൾ ജലദേവത പറഞ്ഞു, കേശവ, നിന്റെ സത്യസന്ധതയിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. ഈ 3 കോടാലിയും ഞാൻ നിനക്ക് സമ്മാനമായി തരികയാണ്. ഇതാ, എടുത്തുകൊള്ളൂ. ജലദേവത 3 കോടാലിയും കേശവന് കൊടുത്തു. 3 കോടാലികളുമായി വളരെ സന്തോഷത്തോടെ കേശവൻ വീട്ടിലേക്ക് പോയി. 3 കോടാലികളും കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന കേശവനെ മാധവൻ കണ്ടു. ഇവൻ രാവിലെ പോയപ്പോൾ ഇരുമ്പിന്റെ കോടാലിയാണല്ലോ കൊണ്ടുപോയത്. തിരിച്ചു വന്നപ്പോൾ വെള്ളിയുടെയും സ്വർണത്തിന്റെയും കോടാലി. കാട്ടിൽ എന്തെങ്കിലും മന്ത്രവാദം നടന്നിട്ടുണ്ടോ? ഇതെങ്ങനെയും കണ്ടുപിടിക്കണം. മാധവൻ ആരും കാണാതെ കേശവന്റെ വീട്ടിലേക്ക് നടന്നു. കേശവന്റെ ഭാര്യ 3 കോടാലിയുമായി കണ്ടപ്പോൾ ചോദിച്ചു, എന്താ ഇത്? നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കോടാലികൾ? കേശവൻ നടന്ന കാര്യങ്ങളെല്ലാം ഭാര്യയോട് പറഞ്ഞു. നമുക്ക് ഈ കോടാലികളെല്ലാം വിറ്റ് കുറേ പൈസ കിട്ടും. ആ പൈസ കൊണ്ട് നമുക്ക് വലിയ വീട് പണിയാം. നമുക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാം. കേശവൻ പറയുന്നതെല്ലാം മറിഞ്ഞു നിന്ന് മാധവൻ കേൾക്കുന്നുണ്ടായിരുന്നു. ആഹാ, ഇതാണല്ലേ കാര്യം. എനിക്കും സ്വർണത്തിൻ്റെ കോടാലി വേണം. കേശവൻ കോടാലി വിറ്റ പണം ഉപയോഗിച്ച് വലിയ ഭംഗിയുള്ള വീടൊക്കെ പണിതു. കേശവൻ നല്ല പണക്കാരനായിട്ടും മരം വെട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസത്തെ പോലെ അന്ന് രാവിലെ തൻ്റെ കോടാലിയുമായി മരം വെട്ടാൻ കാട്ടിലേക്ക് പോയി. ഇത് കണ്ട മാധവൻ പറഞ്ഞു, ഏയ്, ഇവൻ എന്തു മണ്ടനാണ്, ഇത്രയ്ക്കും പണമുണ്ടായിട്ട് വീണ്ടും മരം വെട്ടാൻ പോകുന്നു. ഞാനാണെങ്കിൽ ഒരു പണിക്കും പോകാതെ ഇഷ്ടം പോലെ തിന്നുകുടിച്ച് സുഖിച്ച് ജീവിച്ചേനെ. ജലദേവതയെ കണ്ടിട്ട് വേണം എനിക്കും സ്വർണത്തിൻ്റെ കോടാലി മേടിക്കാൻ. എന്നിട്ട് എനിക്ക് കുറേ പണമുണ്ടാക്കണം. മാധവൻ കേശവന്റെ പിന്നാലെ പോയി. കാട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന മാധവൻ
കേശവൻ നദിയുടെ കരയിൽ വലിയൊരു മരം വെട്ടുന്നത് കണ്ടു. ഓ, അപ്പോൾ ഈ നദിയിലാണ് കേശവന്റെ കോടാലി വീണത്. ഈ നദിയിലുള്ള ജലദേവതയാണ് കേശവന് സ്വർണത്തിന്റെ കോടാലി കൊടുത്തത്. എന്തായാലും ഇവിടെ ഒളിച്ചിരിക്കാം. കേശവന്റെ മരം വെട്ടെല്ലാം കഴിഞ്ഞ് വിറകുമായി കേശവൻ പോയി. അപ്പോൾ ആ സമയത്ത് മാധവൻ നദിക്കരയിലേക്ക് ചെന്നു. എന്നിട്ട് മാധവന്റെ കയ്യിലിരുന്ന കോടാലി നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഓ ജലദേവതേ, എൻ്റെ കോടാലി നദിയിൽ പോയി. കോടാലി ഇല്ലാതെ എനിക്ക് മരം വെട്ടാൻ കഴിയില്ല. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാധവൻ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ നദിയിൽ നിന്നും ജലദേവത പൊങ്ങി വന്നു. മകനെ, എന്തു പറ്റി? നീ എന്തിനാണ് കരയുന്നത്? ജലദേവതേ, എൻ്റെ കോടാലി വെള്ളത്തിലേക്ക് വീണുപോയി. എനിക്ക് ഓർക്കാനേ വയ്യ. എനിക്ക് എൻ്റെ കോടാലി എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തു തരാമോ? ജലദേവതയ്ക്ക് മാധവൻ നുണയാണ് പറയുന്നതെന്ന് മനസ്സിലായി. ജലദേവത ഇവനൊരു പാഠം പഠിപ്പിക്കാമെന്ന് വിചാരിച്ച് നദിയിലേക്ക് താണുപോയി. ജലദേവത ഇരുമ്പിൻ്റെ കോടാലിയുമായി പൊങ്ങി വന്നു. ഇതാണോ നിന്റെ കോടാലി? ഏയ്, എന്താ ഇത്? എൻ്റെ കോടാലിയുമായിട്ടാണല്ലോ പൊങ്ങി വന്നത്. ജലദേവത, ഇത് എൻ്റെ കോടാലിയല്ല, ഇതെൻ്റെ കോടാലിയല്ല. ജലദേവത ആ കോടാലിയുമായി വെള്ളത്തിലേക്ക് താണുപോയി. ഒരു വെള്ളിക്കോടാലിയുമായി പൊങ്ങി വന്നു. മകനെ, ഇതാണോ നിന്റെ കോടാലി? ഇതല്ല എൻ്റെ കോടാലി. ജലദേവതേ, ഇതെൻ്റെ കോടാലി അല്ല. ഈ പ്രാവശ്യം ജലദേവത സ്വർണത്തിന്റെ കോടാലിയുമായി പൊങ്ങി വന്നു. ശരിക്കും നോക്കിയിട്ട് പറയൂ, ഇതാണോ നിന്റെ കോടാലി? ആ, ഇതാണ് എൻ്റെ കോടാലി, ഇതാണ് എൻ്റെ കോടാലി. മാധവൻ നുണ പറയുന്നത് കേട്ടപ്പോൾ ജലദേവതയ്ക്ക് വളരെയധികം ദേഷ്യം വന്നു. ഇത്ര ധൈര്യമോ നിനക്കെന്നോട് നുണ പറയാൻ? നുണ പറഞ്ഞ് നിനക്ക് ശിക്ഷ തരിക തന്നെ ചെയ്യും. ഇതും പറഞ്ഞുകൊണ്ട് ജലദേവത നദിയിലേക്ക് താണുപോയി. അയ്യോ, എൻ്റെ കോടാലി പോയേ, അയ്യോ എൻ്റെ കോടാലി പോയേ. ജലദേവതേ, എൻ്റെ കോടാലി എനിക്ക് തിരിച്ചു തരൂ. ഞാൻ ഇനി നുണ പറയില്ല. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് എൻ്റെ കോടാലില്ലാതെ മരം വെട്ടാൻ കഴിയില്ല. മാധവൻ കരഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും ജലദേവത കോടാലി തിരിച്ചു കൊടുത്തില്ല. വിഷമത്തോടെ മാധവൻ വീട്ടിലേക്ക് പോയി. കുട്ടികളെ, നമ്മൾ നുണ പറയാതെ നല്ല സത്യസന്ധന്മാരായി ജീവിക്കണം.